ഞാനെങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതുണ്ട്. ഇതുപോലെ പേപ്പറുകൾ ഇതാണ് ഇട്ട് ഒരു കൈ ചെയ്യണം. നേരത്തെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പേപ്പറുകൾ ഇവിടെ കീറി വീണ്ടും നിറയും. എന്നിട്ട് ഇത് തട്ടും. മുട്ടത്തോട്, പഴത്തൊലി, ഉള്ളി തോട് ഇതെല്ലാം തട്ടിയിട്ട് കൊച്ചു കവറുകളിൽ നമുക്കുള്ള സാധനങ്ങളൊന്നും പുറത്ത് കളയാൻ ഇതുപോലുള്ള കവർ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പേപ്പറുകളൊക്കെ ഇട്ടിട്ട് ഇത് കൂടുതൽ എൻ്റെ ചെടിയിലിരിക്കുന്നത്ര ഗ്യാസ്പോർഡ് പെട്ടി, തെർമോ ചകിരി, തൊണ്ട്, ഇതിൻ്റെ ചിരട്ട, ഇതൊക്കെയാണ് മണലുകളുണ്ട്. ഒന്നിലും കൂടുതലില്ല. നമ്മൾ വാടക വീട്ടിലായതുകൊണ്ട് വാടക വീടാണ്. ഓരോ വീട് വാടക വീടാകുമ്പോൾ നമുക്ക് ഓരോ വീട്ടിൽ അങ്ങനെ ഇവിടെ ഇട്ട് കൊടുക്കും. കെട്ടിയാണ് വെക്കണം. ഇതിലേക്ക് തന്നെ ഇതിലൊക്കെ ഇത്തിരി ആക്കിക്കണ തക്കാളി, വീട്ടിരിക്കണ തക്കാളി, ഒരു തക്കാളി ഒരു പയ്യേ ഉള്ള അത് പോയിട്ട് തക്കാളി നിറയെ പൂവൊക്കെ വരുന്നുണ്ട്. ഒരെണ്ണമുള്ളൂ. ഇതിൽ കെട്ടി ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട്. കെട്ടി ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇതിലൊരു വഴുതലങ്ങയുണ്ട്, ഇതിലൊരു വഴുതലങ്ങയുണ്ട്, ഇതിലും ഒരെണ്ണമുണ്ട്. മൂന്നിലും കാഴ്ച ഇതുപോലെയൊക്കെ കെട്ടി ചെയ്യണം. അതുകൊണ്ട് ഇതുപോലെ സൂപ്പറായില്ലേ? ഉണ്ടോ? സൂപ്പറായില്ലേ? ഇതാണ് വളം. എൻ്റെ വളം മഴയൊക്കെ പെയ്താൽ നനയാതിരിക്കാണ്ട് കവറുകളെല്ലാം ഇട്ട് മൂടി കെട്ടി അങ്ങനെ ചെയ്യും. പുറത്തെ കൈ മക്കളെ പറയുന്നത് ഇങ്ങനെ കൈ സഹായിക്കുന്നുണ്ട്, സുരക്ഷയായിട്ട് നിൽക്കണമെന്ന് പറയും. നമുക്കിങ്ങനെ ഊരി ഇതൊക്കെ എല്ലാം അത് തന്നെയാണ്. ഇതിൽ കരിയില, പിന്നെ ഇവിടെ നമുക്ക് ഒരു വേപ്പുണ്ട്. ഇതെല്ലാം ഒന്നിലും മണലില്ല. എന്താ ഈ ചെടികളിലൊന്നും ഇതിലും ഒന്നുമില്ല. ഇത് രണ്ട് തൊണ്ട് മാത്രം. ആ തൊണ്ടിനെ എല്ലാത്തിലും അങ്ങനെ ഒരെണ്ണം തന്നെ ഇല്ലതാ
ഇതൊക്കെയാണ് എല്ലാം ഇരിക്കുന്നത്. ഇന്നലെ മണൽ എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. ഇവിടെ ഒന്നും മണലില്ല. നമ്മൾ ഈ വീട്ടിൽ മണലില്ല. അപ്പോൾ അത് തൂത്ത് വാരി അതിൻ്റെ തക്കാളി, എൻ്റെ തക്കാളി, എൻ്റെ മുളക് നിറയെ പറിച്ചായിരുന്നു. വീണ്ടും അടുത്ത മുളക് ഇടയാണ്. ഇതിൽ നല്ല നിറയെ മുളകുണ്ടായിരുന്നു. ഇത് നിറയെ മുളകുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉള്ളിയൊക്കെ പറഞ്ഞുണ്ട്. ഇതുപോലുള്ള കവറിലാണ് പറ്റാറുള്ള ഉള്ളി. ഇതിൻ്റെ വെളുത്തുള്ളി കാണിച്ചു തരാം. എൻ്റെ വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതല്ല വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം കായ്ക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാൽ എല്ലാം കായ്ക്കും. ഇതെല്ലാം എൻ്റെ കവറുകളാണ്. കുഞ്ഞു കുഞ്ഞു കവറ്, കൊച്ചു കുപ്പി, അതെല്ലാം കുപ്പികളിലൊക്കെയാണ്. അതിൻ്റെ ആ ലില്ലിയുടെ നിറയെ വന്നിരിക്കണം. ബക്കറ്റ് ഇതായിപ്പോയി. ബക്കറ്റിൽ ഇതൊക്കെയാണ് വെച്ചിരുന്നത്. ഇതൊക്കെ പൊട്ടിപ്പോയി. ഇപ്പോൾ വേറെ 2 ബക്കറ്റ് വെച്ചാണ് അതിൻ്റെ പേരയും കരിവേപ്പിലയും ഇതൊക്കെ വെച്ചിരിക്കണം. നാവലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ വീട് മാറുമ്പോഴേ ഇതെടുത്തുകൊണ്ട് കിടക്കണമെന്ന് ആലോചിച്ച് നോക്കി. ഉണ്ട് അതിൻ്റെ ചെമ്പരത്തികൾ. ഇതൊരു ചെമ്പരത്തി, ഇത് ചെമ്പരത്തി. ഇതൊക്കെ നാടൻ ചെമ്പരത്തിയാണ്. നവരയിലുണ്ട്, എല്ലാം ഉണ്ട്. മിൻറ്റുണ്ട്, അതൊക്കെ മുകളിലാണ് മിൻറ്റും. മധുരക്കിഴങ്ങും കവറിലായിട്ട് വെച്ചൊക്കെയാണ്. അത് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ ഓർക്കിഡ് കണ്ട, ഓർക്കിഡ്. പിന്നെ വിങ്ക ഉണ്ട്, പിന്നെ ബോഗൻവില്ല. അതിലൊന്നുമില്ല, എല്ലാം കാറ്റായിട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇടണത്. ഇതെൻ്റെ അലുമിനിയം ചരുവം തക്കാളി. അതുകൊണ്ട് അലുമിനിയമാണ്. അലുമിനിയം പാത്രമാണ്. ഇത് അലുമിനിയമാണ്. കറി വയ്ക്കുന്ന പാത്രമായിരുന്നു അത്. അതിനകത്തൊരു നമ്മൾ ഈ അലുമിനിയം പാത്രത്തിൽ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഒരു ഇതുണ്ടാകുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അതിനെ ഞാനിതിപ്പോൾ ഈ ചെടിയാക്കി മാറ്റി. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തൂത്ത് വാരി അതിനകത്ത് ഇട്ട് കിടക്കുമ്പോൾ ഇടാം. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ നിറച്ചതിനകത്ത് കുറച്ച് മണലിവിടെ ഇട്ട് കൊടുക്കും. അതിനകത്ത് മണലും കൂടെ ഇട്ട് ഉള്ളിയും ഇതൊക്കെ എല്ലാം കുട്ടിപ്പോയി. ഇതിലൊക്കെ ഉണ്ടായിരുന്ന വീട് മാറി ഓരോ സാധനം വെയിലുമുണ്ട്. കുറച്ച് മണലും കൂടെ അങ്ങിട്ട് കരിയില കമ്പോസ്റ്റ് ഇരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. എന്താ അയം കുറച്ചിട്ട് കൊടുക്കാം. അയം കുറച്ചിട്ട് എൻ്റെ കരിയിലാണ് ചെയ്യും. ഇതൊക്കെ കീറി ഇടാനുള്ള കീറി അങ്ങനെ കൈയുണ്ട്. ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഈ കയ്യിൽ ഉണ്ട്. കൈ ഇങ്ങനെ ഇരിക്കുകയാണ്. പിടിക്കാക്കില്ല. കൂടുതൽ ബലം അതിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കാണാൻ്റെ ഇത്രയും ചെടിയത് ഞാനിവിടെ ഇതിലൊക്കെ ആണ് ഞാൻ ചെയ്യണം. ഇതാണ് എൻ്റെ വളം. എന്ത് ചെയ്യുമെന്നല്ല, എന്ത് വളം കൊടുക്കും. ചാനിത്താത്താൻ്റെ വളമാണ് കൊടുക്കണേന്ന്. ഇതെൻ്റെ പൂക്കൾ, എന്താ എൻ്റെ ചെടികളെല്ലാം ഉണ്ട്. എല്ലാം കുപ്പികളിലൊക്കെയാണ്. ഇതുപോലത്തെ കുപ്പികളുണ്ടല്ലോ, എല്ലാം ഇതിലൊക്കെയാണ് എല്ലാം നട്ടു വെച്ചിരിക്കുന്നുണ്ട്. എല്ലാ കുപ്പികളിലും ഉണ്ട്. നമ്മൾ അടുത്തതാ കരിയില വെച്ചിരിക്കണം. എനിക്ക് മൈലാഞ്ചിയാണ് പിടിക്കാത്തത്. മൈലാഞ്ചി വെച്ചിട്ടുണ്ട്, പിടിച്ചതെന്നാന്ന് അറിഞ്ഞൂടെ. പിന്നെ തുളസി ഇലയുണ്ട്. എൻ്റെ എല്ലാം ഉണ്ട്. സ്നേക്ക് പ്ലാന്റ്.
പ്ലാന്റ് അത് സ്നേക്ക് പ്ലാന്റൊക്കെ പോലെ അതിനകത്ത് ചട്ടിക്കകത്താക്കി. അത്രയും പൂക്കളൊക്കെ ഉണ്ട്. പൂക്കളും ചെടിയാണ് എല്ലാം ഉണ്ട്. ഒരു മാവുണ്ട് അവിടെ വെച്ചിരിക്കും. എല്ലാം ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷം. ഞാൻ ഇതാക്കിയിരിക്കണം. എൻ്റെ തക്കാളിയും മുളകൊക്കെ വന്നപ്പോൾ വലിയ സന്തോഷം. പിന്നെ കാന്താരി ഉണ്ട്. എൻ്റെ കാന്താരിയിൽ നിറയെ മുളകൊക്കെ. ഇനി ഇതിനെ ഞാൻ കെട്ടി ഇതുപോലെ ഒരു റബ്ബറിട്ട് കെട്ടി അങ്ങ് വയ്ക്കും. ഇതെല്ലാം ഇതും അടുത്തതൊക്കെ പിടിച്ച് ലാവാ സൂട്ടൊക്കെ പിടിച്ച്. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സന്തോഷമാണ്, വേറെ ഒന്നിനല്ല. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യുക. നമുക്ക് അസുഖമാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് നമുക്ക് കൂടുതൽ അസുഖമാവുള്ളൂ. ഒന്നും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞു വിട്ടത്. പക്ഷേ ഞാനെല്ലാം ഇതുപോലുള്ളതൊക്കെ ചെയ്യും. വലിയ നല്ലല്ല വെയിറ്റും കൊടുക്കരുത് കൂടുതൽ. 100 മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ്. പിന്നെ വെറുതെ ഇരുന്നാൽ നമ്മൾ മാനസികമായിട്ട് ഇതായിപ്പോവില്ലേ. അതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ളത് എന്താണോ അത് നമ്മൾ ചെയ്യുക. നമ്മളെ സന്തോഷമാണല്ലോ ഏറ്റവും വലുത്. മക്കളൊക്കെ വലുതായി അവരെയൊക്കെ പഠിപ്പിച്ച് വിട്ട് 2 പേര് കല്യാണം കഴിഞ്ഞ് പോയി. ഇനി ഒരാളോട് എൻ്റെ ഒരു മോനും കൂടെ പാപ്പയുണ്ട്. പാപ്പ രാവിലെ ജോലി ചെയ്യും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എൻ്റെ സന്തോഷമാണ്. ഇനി അടുത്തത് ഇതുപോലെ കൊണ്ട് എൻ്റെ നീര് തട്ടി നീരിനെ റബ്ബർ കെട്ടി ഇവിടെ കെട്ടി വഴി എല്ലാം കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു തുള്ളി എടുത്ത് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വെള്ളം ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്നറിയാം. അതൊക്കെ ഉണ്ട്. ശരി, ഓക്കെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുക, ലൈക്ക് അടിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക. എൻ്റെ തക്കാളിയൊക്കെ കണ്ടല്ലോ. അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും ആരോഗ്യം വരട്ടെ. ആരോഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും. അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ആമീൻ.